എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രശസ്തരായ 10 വ്യക്തികളുടെ ആത്മകഥകളാണ്. സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആത്മകഥ വിഭാഗത്തിൽ വളരെ പ്രശസ്തരായ 10 വ്യക്തികൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടവരാണ്. WCPO പരീക്ഷയ്ക്ക് P. വത്സലയുടെ ആത്മകഥ വന്നിരുന്നു അല്ലേ, കിളിക്കാലം. അപ്പം അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത 10 പേരുടെ ആത്മകഥയാണ്. നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. LDയുടെ വളരെ സുപ്രധാനമായ ഭാഗങ്ങൾ മാത്രമാണ് ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അതിജീവനം എന്ന ആത്മകഥ എഴുതിയതാര്? അതിജീവനം ആരുടെ ആത്മകഥയാണ്? വിശ്വാസ് മേത്ത. അതിജീവനം ആരുടെ ആത്മകഥയാണ്? വിശ്വാസ് മേത്ത. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ S. സോമനാഥ്. ഓക്കെ, സോമനാഥ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഇന്ദ്രധനുസ് ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രധനുസ് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. അടുത്തത്. ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ ആരുടെയാണ്? PG ജോർജ്. ഓക്കെ, ചിരിക്കു പിന്നിൽ എന്നെ ആത്മകഥ എഴുതിയത് ഇന്നസെന്റ്. ചിരിക്കു പിന്നിൽ ആരുടെ ആത്മകഥയാണ്? ഇന്നസെന്റിന്റെ ആത്മകഥയാണ്. കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടി അല്ലേ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. അതുപോലെ തന്നെ അന്തരിച്ച മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ മറ്റൊരു രാഷ്ട്രീയ നേതാവാണ് KM മാണി. KM മാണിയെ കൂടെ 5 പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? 1 EMS, 2 സർദാർ KM പണിക്കർ, 3 അന്ന ചാണ്ടി, 4 ഗൗരിയമ്മ, 5 വൈക്കത്ത് പാച്ചുമൂത്തത്. അങ്ങനെ 5 പേര് ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട്. EMS, സർദാർ KM പണിക്കർ, അന്ന ചാണ്ടി, KR ഗൗരിയമ്മ, വൈക്കത്ത് പാച്ചുമൂത്തത്. അപ്പോൾ KM മണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതു അല്ലേ. സേതുമാധവൻ എന്നാണ് യഥാർത്ഥ നാമം. സേതുവിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. സേതുവിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്ന് അറിയാമോ? പാണ്ഡവപുരമാണ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. സേതുവിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്നത് പാണ്ഡവപുരം. ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ്? ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. ഏത് വിഭാഗത്തിൽ വരുന്നെന്ന് ചോദിക്കാം. ആത്മകഥാ വിഭാഗത്തിലാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ പുരസ്കാരം നേടിയ ആത്മകഥാ വിഭാഗത്തിലുള്ള കൃതി. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും ആരുടെയാണ്? KG ജോർജ്. ഈ അടുത്ത് അന്തരിച്ച വ്യക്തിയാണ് KG ജോർജ്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. ഓർമ്മ മങ്ങുന്നതിന് മുമ്പ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ഫാലിയസ് നരിവാൻ്റെ ആത്മകഥയാണ്. ഓർമ്മ മങ്ങുന്നതിന് മുമ്പ് അഥവാ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. അടുത്തത്. ജീവിത ചരിത്രത്തിലെ എൻ്റെ കഥ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ജീവിത ചരിത്രത്തിലെ എൻ്റെ കഥ. ലൈഫ് മൈ സ്റ്റോറി ട്രൂ ഹിസ്റ്ററി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം P. വത്സലയുടെ ആത്മകഥയാണ്. WCPO പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് ചോദിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കണം. P. വത്സല. തിരുനെല്ലിയുടെ കഥാകാരി എന്നും വയനാടിൻ്റെ കഥാകാരി എന്നും അറിയപ്പെടുന്ന P. വത്സല. ഒരു ഗോളിയുടെ ആത്മകഥ വിക്ടർ മഞ്ഞില. അടിമമക്ക ആരുടെ ആത്മകഥയാണ്? അടിമമക്ക CK ജാനു. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. CK ജാനുവിൻ്റെ ആത്മകഥയാണ് അടിമമക്ക. LK അദ്വാനിയുടെ ആത്മകഥയാണ് മൈ കൺട്രി മൈ ലൈഫ്. LK അദ്വാനിയുടെ ആത്മകഥയാണ്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. KK ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. ഓക്കെ, ധ്വനിപ്രയാണം ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ഒരു ധ്വനിപ്രയാണം എന്ന് പറയുന്നത്. ഓക്കെ, സാഹിത്യ നിരൂപണ രംഗത്തെ ഒരു പെണ്ണിൻ്റെ സാഹസ സഞ്ചാരങ്ങൾ എന്നാണ് ഇതിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത്. ഓക്കെ, സാഹിത്യ നിരൂപണ രംഗത്തെ ഒരു പെണ്ണിൻ്റെ സാഹസ സഞ്ചാരങ്ങൾ, ധ്വനിപ്രയാണം, ഡോക്ടർ എം ലീലാവതി. വളരെ പ്രധാനപ്പെട്ട ആനുകാലികത്തിൽ വരുന്ന ആത്മകഥകളാണ് ധ്വനിപ്രയാണം ഡോക്ടർ എം ലീലാവതി. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് KK ശൈലജ. LK അദ്വാനി മൈ കൺട്രി മൈ ലൈഫ്. അടിമമക്ക CK ജാനു. ഒരു ഗോളിയുടെ ആത്മകഥ വിക്ടർ മഞ്ഞില. കിളിക്കാലം P. വത്സല. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും KG ജോർജ്.
ഓർമ്മ മങ്ങുന്നതിനു മുമ്പ്, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഫാലിയസ് നരിമാൻ, ജീവിതം ചരിത്രത്തിൽ എൻ്റെ കഥ, ഫ്രാൻസിസ് മാർപ്പാപ്പ, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ, സേതു അഥവാ സേതുമാധവൻ, ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പി ഇത് ചോദിച്ചതാണ്. ജീവിതം ചരിത്രത്തിൽ എൻ്റെ കഥ ആരുടെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ, മറക്കരുത്. ലൈഫ് മൈ സ്റ്റോറി, ട്രൂ ഹിസ്റ്ററി. ജീവിതം ഒരു പെൻഡുലം വയലാർ പുരസ്കാരം നേടിയ കൃതിയാണ്, അതും മറന്നു പോകരുത്. കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. ആത്മകഥ KM മാണിയാണ്. KM മാണിയെ കൂടാതെ 5 വ്യക്തികളിലൂടെ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട്. EMS, സർദാർ KM പണിക്കർ, അന്നാചാണ്ടി, ഗൗരിയമ്മ, വൈക്കത്ത് പാച്ചുമൂത്തത്. ഹാഫ് ടൈം, ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ, PG ജോർജ്. ചിരിക്കു പിന്നിൽ, ഇന്നസെന്റ്. ഇന്ദ്രധനുസിൻ്റെ ആണെങ്കിൽ ഇന്ദ്രൻസ്. ഓക്കെ. നിലാവ് കുടിച്ച സിംഹങ്ങൾ, S സോമനാഥ്. അതിജീവനം, വിശ്വാസ് മേത്ത. എൻ്റെ ചോദ്യം ഇതാണ്, KPAC ലളിതയുടെ ആത്മകഥയുടെ പേരെന്ത്? KPAC ലളിതയുടെ ആത്മകഥയുടെ പേര്. അതുപോലെ തന്നെ CK ജാനു ഏത് സമര നായികയാണ്? ഈ 2 ചോദ്യത്തിൻ്റെയും ഉത്തരം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.